ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നേരത്തെ ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 30 രൂപയെങ്കിലും മിനിമം വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം പേയ്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ആപ്പ് തന്നെയാണ്. കുറേ അധികം ഏണിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യവും ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ് കേട്ടോ. 2K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചെടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. മച്ചാന്മാരെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയാൻ നേരത്തെ ലോഗിൻ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ജിമെയിൽ ഐഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈനപ്പ് ബോണസ് ആയിട്ട് 200 കോയിൻസും അതുപോലെ തന്നെ 20 ഡയമണ്ട്സും ഉണ്ട്. അപ്പോൾ കോയിൻ എന്താണ്, ഡയമണ്ട് എന്താണ്, എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടുഡേ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് 10 രൂപ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ടുഡേ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ കാണിച്ചത് കണ്ടില്ലേ. പ്ലേ ടൈം ഗെയിംസ്, ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കുക, വാച്ച് വീഡിയോസ് കാണുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചിരുന്നത് പ്ലേ ടൈം ഗെയിംസ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇത് ഞാൻ മിക്ക വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത് കാണിക്കാൻ നിൽക്കുന്നില്ല, കാര്യം മിക്ക വീഡിയോയും ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഓടിച്ചും പറഞ്ഞു വിടാം. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഈ പ്ലേ ടൈംസിനകത്ത് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. കണ്ടില്ലേ, 265 രൂപ മൊത്തം 265 കോയിൻസ്, 375 കോയിൻസ്, അങ്ങനെ കുറേ കോയിൻസ് കിട്ടും. ഓരോ മിനിറ്റിലും നമുക്ക് ആ ഒരു 2 കോയിൻസ് 4 കോയിൻസ് ഒക്കെ വെച്ച് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്ലേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയാൻ നേരത്ത് എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പം മൈ ഗെയിം സെക്ഷനിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ മൈ ഗെയിം സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓരോ മിനിറ്റും ആ ഒരു ആപ്പിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച്, ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവിടെ ക്യാഷ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റിൽ ഇത്ര കോയിൻസ് വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. പിന്നെ സർവേ ഓപ്ഷൻ ഉണ്ട്. സർവേ വാളാണ്. ഇഷ്ടംപോലെ സർവീസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സർവീസ് ചെയ്തുകൊണ്ട് ക്യാഷും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനായിട്ട് പറ്റും. അതുപോലെ ടാസ്കിൻ്റെ സെക്ഷൻ ഉണ്ട്. അതായത് ഓഫർ വാൾസ് ആണ്. ഇഷ്ടംപോലെ ഓഫേഴ്സ് ഇതിനകത്തുണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഓഫേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ഓഫേഴ്സും കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വായിച്ച് നോക്കുക, അത് ഫോളോ ചെയ്യാം. ഇനി അതുപോലെ തന്നെ പ്ലേ ക്വിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് കണ്ടില്ലേ, കുറച്ച് ബോക്സിൽ കുറേ സീറോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സീറോസ് എവിടേക്കാണെന്ന് നോക്കി വെക്കുക. അതായത് മേളിൽ 2 താഴെ 2 ഇവിടെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. എന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുമ്പം ആ സീറോസ് എല്ലാം മാറി ഫുൾ ക്വസ്റ്റ്യൻ മാർക്കും. എവിടേക്കായിരുന്നു? ഇവിടെ കറക്റ്റായിട്ട് ചെയ്തല്ലോ. നമുക്കത് 10 കോയിൻസ് കിട്ടി. നമുക്ക് കളക്ട് ആൻഡ് പ്ലേ എഗെയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പരസ്യം വരും. പരസ്യം കണ്ട് ക്ലോസ് ചെയ്യുക. എഗെയിൻ അത് നമുക്ക് ആ സെയിം സംഭവം തന്നെ എവിടെ നിന്ന് കണ്ടുപിടിക്കുക. നമ്മളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. എഗെയിൻ 10 കോയിൻസ് കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡയമണ്ട്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോ വട്ടം കളിക്കുന്നതനുസരിച്ച് നമ്മുടെ അവിടെ ഡയമണ്ട്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കോയിൻസ് കൂടിക്കൊണ്ടിരിക്കും. ഡയമണ്ട്സ് കുറഞ്ഞുകൊണ്ടിരിക്കും, കോയിൻസ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് കളിച്ച് കോയിൻസ് ഏൺ ചെയ്യാം. ഇനി ഡയമണ്ട്സ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഏൺ പാസ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണാനായിട്ട് പറയും. ഓക്കെ, ഒരു വീഡിയോ കണ്ടു കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് 5 ഡയമണ്ട്സ് കിട്ടും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏൺ പാസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ ഒരു പരസ്യം കാണുക, ക്ലോസ് ചെയ്യുക, 5 ഡയമണ്ട് കൂടി. പിന്നെയും ക്ലിക്ക് ചെയ്യുക, ഒരു പരസ്യം കാണുക, ക്ലോസ് ചെയ്താൽ പിന്നെ 5 ഡയമണ്ട് കൂടി. അങ്ങനെ ഈ ഒരു ഡയമണ്ട് വെച്ച് നമുക്ക് ആ ഒരു പ്ലേ ക്വിസ് കളിക്കാൻ പറ്റും. പ്ലേ ക്വിസ് കളിച്ച് കോയിൻസ് നമുക്ക് കിട്ടും. സോ ഡയമണ്ട്സ് തീരുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആ വീഡിയോ കണ്ട് അല്ലെങ്കിൽ പരസ്യം കണ്ട് ആ ഒരു ഡയമണ്ട്സ് എടുക്കാം. സിമ്പിൾ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ഡയമണ്ട്സ് നമ്മൾ കോയിൻസിലോട്ട് ആക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ആ ഒരു കോയിൻസ് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് റുപ്പീസിലേക്ക് കൺവേർട്ട് ആവുന്നതായിരിക്കും. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സംഭവം എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ താഴോട്ട് നോക്കാം, ലക്കി ഡ്രോ ഓപ്ഷൻ കാണാം. ലക്കി ഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നില്ല ഒരു പ്ലേ ടൈം ഗെയിംസ്. ആ ഓരോ പ്ലേ ടൈം ഗെയിംസ് നിങ്ങൾ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഓരോ റോള് കിട്ടുന്നതായിരിക്കും. അങ്ങനെ റോളിനകത്ത് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നറുക്കെടുപ്പിലോട്ട് പങ്കെടുക്കുകയും നമുക്ക് പ്രൈസ് കിട്ടുകയും ചെയ്യും. വിന്നേഴ്സിനാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടില്ലെന്ന് പറയാനൊക്കത്തില്ല. ഓരോ ഗെയിമിലും ഓരോ റോൾ നമുക്ക് കിട്ടും. അതാണ് സംഭവം. പിന്നെ ഡെയിലി ബോണസ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കണ്ടില്ലേ, 100 കോയിൻസ് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അത് കാണാൻ പറ്റും. 340 കോയിൻസ് നമുക്ക് ടോട്ടലി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അതുപോലെ സ്പിൻ ദ വീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 3 സ്പിന്നാണ് ഫ്രീ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ സ്പിന്നിനും 10 ഡയമണ്ട് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യത്തെ സ്പിൻ ചെയ്തു, 10 കോയിൻസ് കിട്ടി. അടുത്ത സ്പിൻ ചെയ്യുവാണ്. അടുത്ത സ്പിൻ ചെയ്യുമ്പോഴേ നമുക്ക് റാൻഡം എത്രയെങ്കിലുമൊക്കെ കിട്ടും. സോ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സ്പിൻ ചെയ്യാനാവും. ഇപ്പം ഓക്കെ 5 കോയിൻസ് കിട്ടി. ഇനി ഒന്നും കൂടി മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനുശേഷം ഓരോന്നും ചെയ്യുവാണെങ്കിൽ നമുക്ക് 10 ഡയമണ്ട്സ് വെച്ച് പോകുന്നതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ 10 ഡയമണ്ട്സ് വെച്ച് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ,
ആൻഡ് അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ഓഫർ വാൾസും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചിരുന്ന സംഭവം തന്നെ ഓഫർ വാൾസും സർവേ വാൾസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനാണ്. അത് നിങ്ങളുടെ ഓരോ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റെഫറിന് നിങ്ങൾക്ക് 4 രൂപ വെച്ച് കിട്ടും. ഓക്കെ, അത് 400 കോയിൻസ്. നിങ്ങളൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ 400 കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും, 4 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്യുക. അവർ ഇതിനകത്തോട്ട് കയറി അവർ ഇതിനകത്ത് വർക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് ആ പ്ലേ ടൈം ഗെയിം അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ, ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചില്ല പ്ലേ ടൈം ഗെയിംസ്, ആ ഒരു ഓഫർ അവർ ഫസ്റ്റ് എപ്പോഴാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു സംഭവം ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ഈ ഒരു 4 രൂപ കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാന്ന്. സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ മിക്ക വീഡിയോയ്ക്കൊന്നും പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാൻ ഞാൻ, മനസ്സിലായി. സോ ആ ഒരു പ്ലേ ടൈം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ആപ്പിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് 4 രൂപ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ റിവാർഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് ഓരോ റെഫർ മീൻസ് 10 റെഫർ ചെയ്യാൻ നേരത്ത് 600 കോയിൻസ് എക്സ്ട്രാ കിട്ടും. 50 റെഫർ ചെയ്യാൻ നേരത്ത് പിന്നെ ഒരു 3500 കോയിൻസ് എക്സ്ട്രാ കിട്ടും. അങ്ങനെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ റെഫർ ഏണിങ്സും കിട്ടും, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ഏണിങ്സും ഇവിടെ നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെന്ന് പറയാൻ നേരത്തെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കോയിൻസ് ഓട്ടോമാറ്റിക്കലി റുപ്പീസിലോട്ട് കൺവേർട്ട് ആവും കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴാണ്. അല്ല 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. ഓക്കെ, കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ കൺവേർട്ട് ആകത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവും. എന്നിട്ട് ആ കൺവേർട്ട് ആയ ഒരു ക്യാഷ് നമുക്ക് നേരെ റെഡീം ചെയ്ത് നമ്മുടെ ബാങ്കിലേക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാൻ നേരത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, റെഡീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റെഡീം ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം യൂസ് ചെയ്ത് ക്യാഷും കാര്യങ്ങളൊക്കെ സമ്പാദിക്കുക. അതിനുശേഷം റെഡീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി നമ്മൾ റെഡീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്ക് UPI ഐഡിയിലേക്കും അതുപോലെ ഗൂഗിൾ പ്ലേയിലേക്കും വിഡ്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. മിനിമം വിഡ്രോ എന്ന് പറയുമ്പോൾ 30 രൂപയാണ്. അപ്പോൾ 30 രൂപ നിങ്ങൾ സമ്പാദിക്കണം. സമ്പാദിച്ചതിന് ശേഷമാണ് വിഡ്രോ അടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് UPI ആണ്. സോ UPI സെലക്ട് ചെയ്തു. ദെൻ നിങ്ങളുടെ പേരടിച്ച് കൊടുക്കുക, ഫോൺ നമ്പർ അടിച്ച് കൊടുക്കുക, നിങ്ങളുടെ UPI ഐഡിയും കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുക്കുക, ദെൻ റെഡീം ചെയ്യുക. ഓക്കെ, അപ്പം ക്യാഷ് ആദ്യം ഏൺ ചെയ്യുക, അതിനുശേഷം നേരെ റെഡീം ചെയ്യുക. റെഡീം ചെയ്യുമ്പോൾ ഒരേ ഒരു കുഴപ്പമുണ്ട്, അതായത് 10% അവർ ടാക്സ് ആയിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. കാര്യം 50 രൂപയാണ് ഇപ്പോൾ വിട്ട് അടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും 45 രൂപ മാത്രമാണ്. കാര്യം ടാക്സ് കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങളുടെ കാണാനായിട്ട് വരും. നമ്മളൊരു ഫ്രണ്ട് വിഡ്രോ അടിച്ചാണ്, പേയ്മെൻറ്റൊക്കെ സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ അവനെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് തപ്പി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിനകത്ത് ക്യാഷും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് ഞാൻ തന്നെ ലൈവായിട്ട് വിഡ്രോ അടിച്ച് എന്തായാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഉടനെ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ക്യാഷ് ഏൺ ചെയ്യാൻ വിഡ്രോ അടിക്കാനായിട്ട് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.